ഞാൻ ASP മധുര. ഗുഡ് മോർണിംഗ്. ഞാൻ അവനെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. കൂടുതൽ തെളിവെടുപ്പിനായി അങ്ങോട്ട് കൊണ്ടുവരാം. വേണ്ട വേണ്ട, എനിക്ക് അവന്റെ മുഖം കാണുന്നതേ വെറുപ്പ. ഒരു 5-8 കൊല്ലം അകത്ത് കിടക്കണം അവൻ. അതിനുള്ള വകുപ്പുകൾ ഞാൻ ഇവന്റെ തലയിൽ കെട്ടിവെച്ചു. തലയിൽ എന്ത് വേണോ കെട്ടിവെച്ചോളൂ. ഇപ്പൊ ഇറുക്കി പിടിച്ച കാലൊന്ന് മാറ്റി തന്നാ മതി. മേ ഐ കമിൻ സാർ? ഞാൻ അഡ്വക്കേറ്റ് KV പണിക്കർ. ഒരു പ്രതിയെ ജാമ്യത്തിലെടുക്കാൻ വേണ്ടി വന്നതാ. ഏത് പ്രതി? ആ പ്രതി സാറിന്റെ കാലിന്റെ ഇടയിലുണ്ട്. ഏത് വകുപ്പ് പ്രകാരമാണ് ഇയാൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്? എന്താണ് പ്രതിയുടെ പേരിൽ ചാർജ് ചെയ്തിരിക്കുന്ന കുറ്റം? എനിക്കറിയണം. സ്ത്രീ പീഡനം. സ്ത്രീ പീഡനോ? അതെ, പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടി നേരിട്ട് എന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ അറസ്റ്റ്. ഏതാണ് ആ പെൺകുട്ടി? ചന്തവാസന്തി അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡ് മേരി. പക്ഷെ അവര് ഈ പരാതി കൊടുക്കുന്ന ടൈപ്പ് അല്ലല്ലോ. സാറിന് തെറ്റുപറ്റിയതാവും. അല്ല, ഇത് രാജാസ് ഗ്രൂപ്പിന്റെ MD രാജമല്ലിക മാഡത്തിന്റെ മകളെ പീഡിപ്പിച്ച കേസാ. രാജലക്ഷ്മിയോ? ആ, സത്യമാണോ ഹംസേ? എനിക്കറിയില്ല സാറേ, ഇവന് ജാമ്യം വേണ്ട സാർ. പണിക്കർ സാറേ. പറയണ കേക്ക്. ഒരു മിനിറ്റ് സാറേ. മോനങ്ങ് വന്നേ വന്നേ. മോനെ ഹംസേ, നീ പീഡന കാര്യത്തിൽ ഇത്ര മിടുക്കനാന്ന് ഞാൻ കരുതിയില്ല. കഴിഞ്ഞ 3 മാസമായിട്ട് മൂത്രം ഒഴിക്കാനല്ലാതെ ഞാൻ. നീ ഒന്നും പറയണ്ട, നീ പീഡിപ്പിച്ചു. എടാ പൊട്ട, ഇത്രയും വലിയൊരു സുവർണാവസരം ആ പെണ്ണിനെ കെട്ടാ ഇനി വേറെ കിട്ടും. അതുകൊണ്ട് നീ കുറ്റം ഏക്കുന്നു. എടാ, നീ പീഡിപ്പിച്ച ആ രാജലക്ഷ്മിയെ ഇനി കുടുംബത്തിൽ പിറന്ന ആരെങ്കിലും വന്ന് കല്യാണം കഴിക്കും. ഞാനെന്താ അത്രയ്ക്ക് മോശം? അയ്യോ, അതുകൊണ്ടല്ല ഹംസേ. നിന്റെ അടുത്ത് കരഞ്ഞ് അവര് കാല് പിടിക്കും. സാറേ, കൂടുതൽ ചോദ്യം ചെയ്യാതെ തന്നെ പ്രതി എല്ലാ കുറ്റവും സമ്മതിച്ചിരിക്കുന്നു. 1 അല്ല 9 വട്ടം പ്രതി പീഡിപ്പിച്ചു. ഞാൻ സാക്ഷി. ഇത് സത്യം സത്യം സത്യം.